അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ കരാർ സംബന്ധിച്ചുള്ള ചർച്ച വിയന്നയിൽ നടക്കാനിരിക്കുകയാണ്. അതിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കൂടിയായിരിക്കും ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വലിയ കാലത്തോളം മുന്നേ വനിതകളുടെ വലിയ പ്രക്ഷോഭം, ലക്ഷക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതാണ്. അതിന് പിറകെയാണ് കഴിഞ്ഞ നാളുകളിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആയത്തുള്ള ഖൊമേനി, ഇറാന്റെ പരമോന്നത നേതാവ്, ബങ്കറിനുള്ളിൽ ഒളിവിലാണ്. അവരുടെ പ്രമുഖ നേതാക്കൾ, അവരുടെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അടക്കം മറ്റേ ബങ്കറുകളിലേക്ക് പോയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ആദ്യം കയറി ആക്രമിച്ചത് അവിടുത്തെ സൈന്യാധിപന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയുമാണ്. അവര് താമസിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തി അതൊക്കെ തകർത്ത് അവരെയൊക്കെ കൊല്ലുകയായിരുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുള്ളത് കൊണ്ടും മൊസാദിന്റെ സാന്നിധ്യം ഇറാനിൽ വലിയ രീതിയിലുള്ളത് കൊണ്ടും കഴിഞ്ഞ തവണ ഇറാന്റെ 1000 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഇറാൻ ഇത്തവണ വളരെ സൂക്ഷിച്ച് അവരവിടെ മൊബൈൽ ഫോണുകൾ അടക്കം എല്ലാം മാറ്റി അവർ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ആയത്തുള്ള ഖമനിയെ വധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വെളിച്ചത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് അവർ തിരിച്ചടിക്കും. ഇപ്പോൾ അവർ ഇസ്രായേലിലേക്കായിരിക്കും തിരിച്ചടിക്കുക. കാരണം ഇസ്രായേലില് അയൺ ഡോമുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണ ക്ലസ്റ്റർ ബോംബുകൾ അയച്ച് അയൺ ഡോമുകളെ വെട്ടിച്ച് പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ നഗരങ്ങളിൽ തിരിച്ചടി നടത്തിയിരുന്നു ഇറാൻ. അതുകൊണ്ട് ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. എന്ന് മാത്രമല്ല, ജൂണിലെ ഏറ്റുമുട്ടലിന് ശേഷം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്, അവർ നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇറാന് ചൈനയുടെ പിന്തുണയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചൈനയുടെ പിന്തുണയുണ്ടെന്ന് മാത്രമല്ല, അവിടുത്തെ കപ്പൽ വേദക മിസൈലുകൾ CM-302, CM-302 എന്ന വളരെ പ്രകടശേഷിയുള്ള ചൈനയുടെ മിസൈലുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇറാൻ ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇഷ്ടംപോലെ ആയുധങ്ങൾ കഴിഞ്ഞ തവണയും ഇറാനിൽ എത്തിയിരുന്നു, ഇത്തവണ എത്താൻ സാധ്യതയുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. വെനിൻസുവേലയിൽ നിന്നാണ് വെനിൻസുവേലയിലെ 80% ചൈന എണ്ണ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇറാനിൽ നിന്ന് 80% എണ്ണ വാങ്ങുന്നതും ചൈന തന്നെയാണ്. അപ്പൊ ചൈനയ്ക്ക് കിട്ടേണ്ട എണ്ണയുടെ വിഹിതം കുറയുകയും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയ്ക്ക് ഇറാനെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ചൈന ഒരുപക്ഷെ ഇതിൽ പങ്കുചേരുകയാണെങ്കിൽ ഇതൊരു റീജിയണൽ വാറിനപ്പുറം അത് സംഭവിക്കാതിരിക്കട്ടെ, ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ തുടങ്ങാനുള്ളതിന്റെ ഒരു ചെറിയ തീപ്പൊരിയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ഇക്കാലം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഗൂഗിൾ തീർച്ചയായും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ടെഹ്റാനിൽ ആക്രമണം നടക്കുന്നു. അത് ആയത്തുള്ള ഖമനയുടെ ഓഫീസ് സമുച്ചയത്തിനടുത്താണ് ഈ സ്ഫോടനം. ആദ്യ സ്ഫോടന ശബ്ദം കേട്ടതെന്ന വിവരങ്ങളുണ്ട്. കിഴക്കൻ ടെഹ്റാനിലും സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷെൽട്ടർ ഇൻ പ്ലേസ് നടപ്പാക്കിയിരിക്കുന്നു. ഖത്തറിലെ US എംബസി, അതായത് US ഉദ്യോഗസ്ഥർ, അവിടെയുള്ള എംബസി ഉദ്യോഗസ്ഥരടക്കം സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരുക. പുറത്തേക്കുള്ള നീക്കം, ചലനങ്ങൾ അല്ലെങ്കിൽ യാത്ര മുഴുവൻ ഒഴിവാക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഇസ്രയേലിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാൻ ഏത് നിലയിലായിരിക്കും ഈ ആക്രമണത്തോട് പ്രതികരിക്കുക എന്ന ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷം, അത് നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷമായി മാറുമോ എന്ന ആശങ്കയാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.